ഹായ് ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയിലെ റോഡ് പണി പൂർത്തിയായതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇത് കടമ്പാട്ട് കോണത്താണ്, അതായത് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പണിയൊക്കെ കുറച്ച് ആഴ്ചയിലാണ്. കൊല്ലം ജില്ലയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 6 വരി പാതയുടെയും ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഡിവൈഡർ പണിയാണ് ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് 2 സൈഡിലെ സർവീസ് റോഡ്, ഈ റോഡ് കണ്ടിട്ട് നേരെ സർവീസ് റോഡിലേക്ക് കയറി സർവീസ് റോഡിൻ്റെ കാഴ്ച കാണാം കേട്ടോ. കൊല്ലം ജില്ലയിലെ റോഡ് പണി പൂർത്തിയായതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം ഒരു വളവും ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഇപ്പം ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമൊക്കെ പഴയ എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. കെട്ടി ഉയർത്തി ഇവിടെ ടാർ ചെയ്ത് ഈ രീതിയിലായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇവിടെ നമുക്കൊരു എൻട്രി, അതായത് സർവീസ് റോഡിലേക്കുള്ള ഒരു എൻട്രി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 6 വരി പാത. നമ്മൾ സർവീസ് റോഡിൽ ഇങ്ങനെ നിശ്ചിത ദൂരത്തിൽ ഇതേപോലെ എൻട്രിയും എക്സിറ്റും കാണും മെയിൻ റോഡിലേക്ക് കയറാനുള്ള. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ റോഡിൽ നിന്ന് ഡയറക്റ്റ് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇതേപോലുള്ള എക്സിറ്റ് എൻട്രി സ്ഥലങ്ങളിൽ കൂടി മാത്രമേ മെയിൻ റോഡിലേക്ക് കയറാനും പറ്റൂ, ഇറങ്ങാനും പറ്റൂ. ഓക്കെ, നമ്മളിപ്പം സർവീസ് റോഡിൽ കയറി. ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് ഇവിടെ എങ്ങും ഇറങ്ങാൻ സ്ഥലമില്ല. ഇതേപോലെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് എക്സിറ്റ് എൻട്രിയും കാണാൻ പറ്റൂ. വാവ്, അടിപൊളി അല്ലേ. നമ്മുടെ കേരളത്തിൽ വരുന്ന NH 66 ഒരു പ്രീമിയം റോഡ് തന്നെയാണ്. 45 മീറ്ററിൽ ഒതുങ്ങിയെങ്കിലും ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സിഗ്നൽ ഫ്രീ റോഡാണ്. ഒരു സിഗ്നൽ കണ്ടേ ഉള്ളൂ മാഹിയിൽ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒറ്റ സിഗ്നൽ കണ്ടേ മാത്രമേ ഉള്ളൂ. സിഗ്നൽ ഫ്രീ ആണ്. അതേപോലെ തന്നെ മറ്റ് ബൈ റോഡുകളിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഇല്ല, റോഡിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി മാത്രമേ എക്സിറ്റും ചെയ്യാൻ പറ്റൂ, എൻട്രും ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് കറങ്ങി അപ്പർ സൈഡിലെ സർവീസ് റോഡിലെ കാഴ്ചകൾ കാണാൻ. ഇനി നമ്മൾ ഈ സർവീസ് റോഡിൽ കയറണമെങ്കിൽ അവിടെ പോയിട്ട് അവിടുന്ന് വീണ്ടും ഇതിൽ കയറി വരണം. ഓക്കെ, നമുക്ക് തിരിച്ച് ഈ വഴി കയറി വരാം. ഇവിടുത്തെ കാഴ്ച കാണണ്ടോ? അടിപൊളി മക്കളെ. ഈ റോഡ് പൂർത്തിയായിരിക്കുമ്പോൾ 66 കംപ്ലീറ്റ് പൂർത്തിയായിരിക്കുമ്പോൾ കേരളം വേറെ ലെവലിലേക്ക് മാറും. പക്ഷെ എങ്കിലൊരു സങ്കടമുണ്ട് കേട്ടോ. 60 മീറ്ററിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ല, ഇതെങ്കിലും കിട്ടിയല്ലോ. നമുക്കിനി തിരിച്ച് ഈ സർവീസ് റോഡിലേക്ക് കൂടെ കാഴ്ച കാണാം. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളാണ്. തിരുവനന്തപുരം ജില്ല ഈ ഭാഗത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. പണികൾ നടക്കുന്നുണ്ട്. അതൊക്കെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് പണി വേണ്ട ഒരു ജില്ലയാണ്. പക്ഷെ ഇപ്പോഴും അത്ര അങ്ങോട്ട് പണികൾ പുരോഗമിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസിൽ പണികൾ നല്ല അടിപൊളി വേഗതയിലാണ് നടക്കുന്നത്. ഓക്കെ, നമ്മളാണ്ട ഇവിടെ നിന്നാണ് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സർവീസ് റോഡ് വരെ ടാർ ചെയ്തിട്ടുണ്ട്. കേട്ടോ, അടിപൊളി. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഇതേപോലെ മെയിൻ റോഡിലെ വെള്ളം ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുമെന്ന്. അങ്ങനെ അതിന് പകരമായി പ്രത്യേക ഒരു പാത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിലെ വെള്ളം ഈ പാത്തിയിലായിരിക്കും വീഴുന്നത്. അന്നേരം സർവീസ് റോഡിലേക്ക് വീഴത്തില്ല കേട്ടോ. സർവീസ് റോഡിലേക്ക് വീണാൽ ഭയങ്കര വെള്ളം അങ്ങ് മറിയും.
അപ്പോൾ അതിന് പരിഹാരമായി അവിടെ ചെറിയൊരു പാത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പാത്തി ഇല്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഈ മെയിൻ റോഡിൽ വെള്ളം കംപ്ലീറ്റ് സർവീസ് റോഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. റോഡിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മളിന്ന് കണ്ടത് കൊല്ലം ജില്ലയിലെ പണി പൂർത്തീകരിച്ച സ്ഥലങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ഈ കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ഈ കടമ്പാട്ട് കോണം. ഇവിടെയൊക്കെ ആ പാത്തി ഒക്കെയാണ് നമ്മൾ മുമ്പേ കണ്ട പാത്തിയുടെ പണി നടക്കുകയാണ്. ഓഹോ, ഒഫീഷ്യലിലാണ് കേട്ടോ. സർവീസ് റോഡിൻ്റെ 6 കിലോമീറ്ററുകളോളം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, മുമ്പേ ഞാൻ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഇനി സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. കൊല്ലം അയത്തിലാണ് കേട്ടോ. ഇവിടെയാണ് പണി പൂർത്തീകരിച്ചത്. പലയിടത്തും ഉണ്ട്. ഇത് ഇത്ര കിലോമീറ്റർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻട്രി പോലെ തന്നെയാണ് എക്സിറ്റ് പോലെ തന്നെയാണ് എൻട്രിയും. മെയിൻ റോഡിലേക്കുള്ള എൻട്രി ചെയ്യുന്നതാണ്. ഇതാണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഈ രീതിയിലായിരിക്കും എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻട്രി മാത്രമേ ആയിരിക്കും. അതായത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രി ആയിരിക്കും. നമുക്കൊരിക്കലും മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് കയറാൻ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കും. ഒരു അവസരം വന്നാൽ ഞാൻ വേണമെങ്കിൽ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇത് മെയിൻ റോഡിലേക്കുള്ള എൻട്രി ആണ്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് മുമ്പേ കാണിച്ചത് പോലെ ഇതേപോലത്തെ ഭാഗം വരും. അത് നിശ്ചിത ഇടവേളകളിൽ മാത്രമായിരിക്കും. അപ്പോൾ അതിൽ കൂടെ മാത്രമേ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റൂ. ഇത് സർവീസ് റോഡിൽ നിന്ന് കയറാൻ പറ്റില്ല. സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലമായിരിക്കും.